പാർട്ടിയുടെ പരമോന്നത നേതാവ് ശ്രീ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാക്സും വർഗശത്രുക്കളെന്ന് ആക്ഷേപിച്ച് അടിച്ചു പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ച രണ്ട് നേതാക്കളാണ് വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും. അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വളരെ പ്രബലരായ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നവരാണ്, UDF പിന്തുണയോടെ. അവരെ ഇപ്പോഴ് എം വി ജയരാജൻ സഖാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അത്ര നിസ്സാരമാണോ? ഒരു സഖാവ് ഒരു ചായക്കടയുടെ തിണ്ണയിലിരിക്കുമ്പോൾ മുൻവശത്തെ വഴിയിലൂടെ മറ്റൊരു സഖാവ് പോകുമ്പോൾ സഖാവെ കയറി വാ, ഒരു ചായ കുടിച്ചിട്ട് പോകും എന്ന് പറയുന്നത് പോലെ നിസ്സാരമാണോ നമ്മുടെ എം വി ജയരാജൻ ഇവർക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ? അതിനുമുമ്പായിട്ട് എം വി ജയരാജൻ ആരാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കണ്ണൂർ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി മൂത്താണ് സാധാരണഗതിയിൽ CPM-ൽ സംസ്ഥാന സെക്രട്ടറിമാർ ഉണ്ടാകുന്നത്. അത് അടുത്ത കാലത്തെങ്കിലും ലംഘിച്ചിട്ടില്ലാത്ത ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ആളാണ്. ഇപ്പോൾ വളരെ ശക്തമായ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അംഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യാതൊരു ശുംഭത്തരവും കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഇതുവരെ പിണറായി വിജയൻ്റെ ഏറ്റവും വത്സലനായ, ഏറ്റവും അടുപ്പക്കാരനായ ഒരു നേതാവുമായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോഴ് വി കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദനെയും പാർട്ടിയിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും തെറ്റുകൾ തിരുത്തുകയാണെങ്കിൽ, എന്നിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞല്ലോ, CPM-ൻ്റെ നിഘണ്ടുവിൽ ഇത്തരത്തിലുള്ള തിരിച്ചുവരവൊന്നുമില്ല. ഇപ്പോൾ ഈ വിഷയം പറയുമ്പം തന്നെ എം വി ജയരാജൻ പറയുന്നുണ്ടായിരുന്നു MV രാഘവനും KR ഗൗരിയമ്മയൊക്കെ അവസാനം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നെന്ന്. അതെന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എല്ലാവരും ദുർബലരായി രോഗാവസ്ഥയിലൊക്കെ ആയപ്പോൾ അങ്ങോട്ട് ചെന്ന് സഹകരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ MV രാഘവനോ KR ഗൗരിയമ്മയോ CPM-ലേക്ക് ഔപചാരികമായി തിരിച്ചു വന്നു എന്നുള്ളത് നമ്മളാരെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. MVR മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ CMPയിൽ ഒരു വിഭാഗം CPM-ൽ ചെന്ന് ചേർന്നു. അത് മറ്റൊരു കഥയാണ്. അതുമാത്രമാണ് MVR-നോട് എന്താ ചെയ്തത്? പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ആ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചത്? അക്കാലത്ത് CPM-ലെ ചെറുപ്പക്കാരായ നേതാക്കളുടെ മുഴുവൻ തലതൊട്ടപ്പനായിരുന്നു, ഗോഡ് ഫാദറായിരുന്നു ഈ MV രാഘവൻ. പിണറായി വിജയൻ അടക്കമുള്ളവരെ വളർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ആർക്കും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ബദൽ രേഖ എഴുതി. പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ ലീഗ്, കേരള കോൺഗ്രസ് മുതലായ കക്ഷികളുമായിട്ട് ഐക്യപ്പെടണം, അല്ലെങ്കിൽ അവരുമായിട്ട് ധാരണയുണ്ടാക്കണമെന്ന് പറഞ്ഞു പോയി. അതിൻ്റെ പേരിലാണ് പുറത്താക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടിന് തീ വെച്ചു. അദ്ദേഹം വളർത്തിയിരുന്ന മിണ്ടാപ്രാണികൾ, പാമ്പുകളെയും മറ്റ് ജീവികളെയും പോലും തീ വെച്ച് കൊന്നു. എന്തിന്? അദ്ദേഹം ദാഹിച്ചു വലഞ്ഞു വന്നപ്പോൾ അരച്ചായ കൊടുത്ത ഒരു സഖാവിൻ്റെ പുറമടിച്ചു പൊളിച്ചു. അതാണ് CPM-ൻ്റെ സംസ്കാരം. ഒരിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അവനെ തീർത്ത് കളയും, അവനെ ഫിനിഷ് ചെയ്യും. അതാണ് CPM. ആ പാർട്ടിയിലേക്കാണ് MV ജയരാജൻ കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദനെയും വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും ആരാ? എന്തിനാണ് ടി കെ ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, അല്ലെങ്കിൽ UDF-ൻ്റെ സഹായത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സിൻ്റെ ഭാര്യയ്ക്ക്, ശ്യാമളയ്ക്ക്, തളിപ്പറമ്പിൽ സീറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് 3 തവണ MV ഗോവിന്ദൻ അവിടെ നിന്നുള്ള MLA ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 4ാമത് ഭാര്യയെ മത്സരിപ്പിക്കുക, എന്നിട്ട് അധികാരം കിട്ടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു മന്ത്രിയാക്കുക. അതാണ് വാസ്തവത്തിൽ ചെയ്തത്. അതിനെയാണ് അദ്ദേഹം എതിർത്തത്. പാർട്ടിയിലെ തന്നെ നല്ലൊരു ശതമാനത്തിന് പിന്തുണ ടി കെ ഗോവിന്ദന് കിട്ടി. അതുപോലെ കുഞ്ഞികൃഷ്ണൻ അവിടുത്തെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതിനെതിരായിട്ട്, അത് മോഷ്ടിച്ചതിനെതിരായിട്ട് ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വന്നത്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് മധുസൂദനനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കൂടെ ചെയ്തപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട്, മധുസൂദനെതിരായിട്ട് മത്സരിച്ചു. ഈ രണ്ടുപേരും ജയിച്ചു. അങ്ങനെ പാർട്ടിയെ വഞ്ചിച്ചവരാ, കുലംകുത്തികളാ.
അത്തരത്തിലുള്ള രണ്ടുപേരെയാണ് ഇപ്പോൾ MV ജയരാജൻ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത്. എന്താണ് അതിൻ്റെ രഹസ്യം? അതൊന്നറിയണ്ടേ? കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തെറ്റുതിരുത്തി വന്നാൽ പാർട്ടിയിൽ സ്വീകരിക്കാമെന്ന് MV ജയരാജൻ പറഞ്ഞ ഉടനെ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണവുമായി നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് വർഗവഞ്ചകരായിട്ട് തന്നെയാണ് അവരെ വർഗവഞ്ചകർ എന്ന് വിളിച്ചത്. പാർട്ടിയുടെ ആ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. പാർട്ടിയുടെ ഭരണഘടനയിൽ പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ പാർട്ടി പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതേസമയം MV ജയരാജൻ പറയുന്നത് പാർട്ടിയുടെ നിലപാടല്ല. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ MV ജയരാജനെ, അതുവരെ ഈച്ചയും ചക്കരയുമായിട്ടിരുന്ന MV ജയരാജനെ നിഷ്കരണം തള്ളി പറഞ്ഞു. MV ജയരാജൻ്റെ ഈ ക്ഷണമുണ്ടല്ലോ, ഇൻവിറ്റേഷൻ, അതിൻ്റെ പിന്നിലെ മർമ്മം MV ഗോവിന്ദൻ മാസ്റ്ററിന് മനസ്സിലായതുകൊണ്ടാണ് ഉടൻ പ്രതികരണം ഉണ്ടായത്. കാരണഭൂതരായ പിണറായി വിജയനും അതിൻ്റെ അകമ്പടിപ്പാട്ടുകാരനായ തനിക്കുമെതിരെ പാർട്ടിക്കുള്ളിലൊരു ശക്തമായ ചേരി വളർന്നു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തെ കൊണ്ടിത് പറയിച്ചത്. MV ജയരാജൻ പറഞ്ഞതിൻ്റെ അർത്ഥവും അതുതന്നെയായിരുന്നു. ഇനി പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും പറയുന്ന അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നിലപാടിനൊപ്പം താളത്തിനൊപ്പം തുള്ളാൻ ഇനി പാർട്ടിയെ ലഭിക്കില്ല. അതുതന്നെയാണ് ജയരാജൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അദ്ദേഹം തൊട്ടടുത്ത കാലത്ത് പാർട്ടി വിട്ട് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ച് വർഗശത്രുക്കളായ UDFുമായി സഹകരിച്ച് അവരുടെയും കൂടെ വോട്ടും പിന്തുണയും നേടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് വന്ന രണ്ടുപേരെ പാർട്ടിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ അത്തരക്കാരെയൊന്നും സ്വീകരിച്ചിട്ടില്ല പെട്ടെന്നൊന്നും അവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. പാർട്ടിയിൽ തങ്ങൾക്കെതിരെ ഒരു പുതിയ ചിന്താഗതി അല്ലെങ്കിൽ അഭിപ്രായം അല്ലെങ്കിൽ ഒരു ചേരി വളർന്നു വരുന്നത് നമ്മുടെ MV ഗോവിന്ദൻ പെട്ടെന്ന് മനസ്സിലാക്കി. അത് മുളയിലെ നുള്ളണമെന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെയും പിണറായിയുടെയും ഒക്കെ ആവശ്യമായിരുന്നു. അതിനെ അങ്ങനെ വളർന്ന് പന്തിരിക്കാൻ വിടാൻ പാടില്ല, അത് ശക്തി പ്രാപിക്കാൻ പാടില്ല. തുടക്കത്തിൽ അത് ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടിയാണ് നിമിഷ നേരം കൊണ്ട് ജയരാജൻ പറഞ്ഞതിനെയും ജയരാജനെ തന്നെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടി തോറ്റത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കുണ്ടായ തെറ്റിദ്ധാരണ മൂലമാണ് എന്നാണ് ഇതുവരെ പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടിയെ നയിക്കുന്ന രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ, അതിന് വിരാമം കുറിച്ചില്ലെങ്കിൽ അത് പാർട്ടിയുടെ തന്നെ അന്ത്യമായിരിക്കുമെന്ന് CPMലെ ഒരു നല്ല ശതമാനം ആളുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ചിന്തയുടെ ഒരു ബഹിർസ്ഫുരണം കൂടെയാണ് MV ജയരാജൻ്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. തെറ്റു സംഭവിച്ചത് MV ഗോവിന്ദനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ അല്ലെന്ന് അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ പുറത്തേക്ക് പോയത്? കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് പോയത് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ്, അതിൻ്റെ കാരണക്കാരെ എക്സ്പോസ് ചെയ്തപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടും ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട മധുസൂദനനെ മത്സരിപ്പിക്കാൻ സീറ്റ് കൊടുത്തപ്പോഴാണ്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മധുസൂദനെ വീണ്ടും മത്സരിപ്പിച്ചത് ശരിയല്ലെന്ന് MV ജയരാജനെ പോലെയുള്ള കണ്ണൂരിലെ പ്രവർത്തകർക്കും സഖാക്കൾക്കും അനുഭാവികൾക്കും അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്കും പാർട്ടിയുടെ അനുഭാവികൾക്കും അംഗങ്ങൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. രക്തസാക്ഷി സ്മരണ എന്ന് പറയുന്നത് CPM വളരെ ആദരപൂർവ്വം പാവനമായി കരുതുന്ന ഒന്നാണ്. രക്തസാക്ഷി ഫണ്ടാണ് ഇവിടെ മോഷ്ടിച്ചത് അല്ലെങ്കിൽ കവർച്ച ചെയ്തത്. അതിനെതിരായിട്ടായിരുന്നു കുഞ്ഞികൃഷ്ണൻ്റെ പോരാട്ടം. TK ഗോവിന്ദൻ എന്താണ് ചെയ്തത്? 3 തവണ MV ഗോവിന്ദൻ മത്സരിച്ചു ജയിച്ച മണ്ഡലത്തിൽ 4ാമത് ഭാര്യയെ മത്സരിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അദ്ദേഹം എതിർ ശബ്ദം ഉയർത്തിയത്, അതിനെ വിമർശിച്ചത്, അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഗോവിന്ദനല്ല തെറ്റുപറ്റിയത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കാണെന്ന് അന്ന് പാർട്ടിക്കും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അന്നൊന്നും അവർ സംസാരിച്ചില്ല, എതിരഭിപ്രായം പറഞ്ഞില്ല. കാരണം ഭയമായിരുന്നു, പേടി. പിണറായി വിജയനെയും MV ഗോവിന്ദൻ മാസ്റ്ററിനെയുള്ള പേടി. പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് MV ഗോവിന്ദൻ പ്രവർത്തിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിണറായിയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന്
എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ ഉണ്ടായപ്പോൾ ഒരക്ഷരം ഉരിയാടാതെ ഉണ്ടാകുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായപ്പോൾ പാർട്ടി ഇതൊരു സൗകര്യമെന്ന് കണ്ടു. പാർട്ടിക്ക് തെറ്റുപറ്റി, പക്ഷേ പിണറായി വിജയനോ MV ഗോവിന്ദൻ മാർക്സിനോ തെറ്റുപറ്റിയിട്ടില്ല എന്ന് പാർട്ടി അങ്ങ് കണ്ടുപിടിച്ചു. അത് സംസ്ഥാന കമ്മിറ്റിയൊക്കെ അങ്ങ് അംഗീകരിക്കുകയാണ് ചെയ്തത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾക്ക് തെറ്റുപറ്റി. അവരാണ് മധുസൂദനും ശ്യാമളയ്ക്കുമൊക്കെ സീറ്റ് കൊടുത്തത്. അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ചു. അവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അക്കാര്യത്തിലൊന്നും പിണറായിക്കോ അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാർക്സിനോ യാതൊരു പങ്കുമില്ല. അന്ന് എല്ലാവരും ഭയത്തിൻ്റെ നെടിലിൽ നിന്നുകൊണ്ട് ഈ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ഈ നിഗമനങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് അന്തരീക്ഷം മാറുന്നു. ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരായിട്ടൊരു വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കണ്ണൂർ ജില്ലയിൽ പോലും അവരെല്ലാവരും ആഗ്രഹിച്ചത് ഏതെങ്കിലും നേതാക്കളെ പരാജയപ്പെടുത്താനല്ല, ഈ പാർട്ടിയെ രക്ഷിക്കാനാണ്. ആ വഴിക്കുള്ള ശ്രമങ്ങളുടെ അല്ലെങ്കിൽ ആ വഴിക്കുള്ള ആഗ്രഹത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ MV ജയരാജൻ്റെ വാക്കുകളെ കാണേണ്ടത്. അവർക്കെല്ലാവർക്കും അറിയാം തെറ്റുപറ്റിയത് TK ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ അല്ലെന്ന്. പാർട്ടി അവരെ പുറത്താക്കിയതാണ്. വാസ്തവത്തിൽ പുറത്തേക്ക് പോകാൻ നിർബന്ധിതരാക്കിയതാണ്. അതുകൊണ്ടാണ് ക്ഷണിക്കുന്നത്. തെറ്റു തിരുത്തിയിട്ട് വരാനാണ് പറയുന്നതെങ്കിലും അവരെല്ലാം തെറ്റു ചെയ്തത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ജയരാജൻ ഈ രണ്ട് നേതാക്കളെ തിരികെ പാർട്ടിയിലേക്ക് വരാനായിട്ട് ക്ഷണിക്കുന്നത്. പാർട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് അവരെപ്പോലുള്ള ആളുകളുടെ സഹകരണം ആവശ്യമാണെന്ന് ജയരാജനും മറ്റും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇൻവിറ്റേഷൻ പോയത്. കേരളത്തിലെ CPMൽ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദനെയും കൂട്ടുകച്ചവടത്തിനെതിരായ ശക്തമായ ഒരു ചേരി രൂപപ്പെട്ടു വരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിണറായി MV ഗോവിന്ദനും ഒന്നിച്ചു നിൽക്കും. അവരെ പരസ്പരം ഊന്നുവടികളായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവരായിരിക്കും എക്സ്പോസ് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് അവർ ഒന്നിച്ചു നിന്ന് പാർട്ടിയുടെ പരാജയ കാരണങ്ങളിൽ പോലും വെള്ളം ചേർക്കുന്നത്. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് എല്ലാവർക്കും അറിയാം. പരസ്പരം രക്ഷിക്കുന്നതിനാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് MV ഗോവിന്ദനും കൂടെ സമ്മതിക്കുന്നത്. MV ഗോവിന്ദനെ രക്ഷിക്കണം, അതുകൊണ്ടാണ് MV ഗോവിന്ദനോ പാർട്ടി നേതാക്കൾക്കോ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പിണറായി വിജയനും സമ്മതിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ ഒരു വിചാര വിപ്ലവം പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണ് MV ജയരാജൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എന്താ നടന്നത്? മന്ത്രി ഷിബു ബേബി ജോൺ ഒരു പരാമർശം നടത്തിയപ്പോൾ CPMൻ്റെ ഒരു നേതാവിനെതിരായിട്ട് MM മണിക്കെതിരായിട്ട് ഒരു പരാമർശം നടത്തിയപ്പോൾ ബാലഗോപാൽ ക്ഷുഭിതനാവുന്നത് നമ്മൾ കണ്ടു. ക്ഷോഭത്തോടുകൂടി പിണറായിയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞുകൂടെ? എന്തിനാണ് വെറുതെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടു. ഉടനെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടതാ. നിയമസഭാംഗങ്ങളുടെ മുമ്പിൽ പോലും പിണറായിക്കെതിരെ ക്ഷോഭിക്കുന്ന ബാലഗോപാലന്മാരെ നമ്മൾ ഇപ്പോൾ കാണുകയാണ്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA വിഭാഗ് അദ്ദേഹം ഇതുവരെ പിണറായി വിജയൻ്റെ ഈ അനിഷേധ്യതയ്ക്ക് മുമ്പിൽ നിശബ്ദനായി അത്യാവശ്യം ഭയപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയുന്ന ഏക നേതാവ് ഇപ്പോൾ MA ബേബിയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. PB അങ്ങനെ പൂർണ്ണമായിട്ട് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതുപോലെ ബേബിക്ക് കേരളത്തിലെ പാർട്ടിയെ പിണറായിക്കും MV ഗോവിന്ദൻ മാർക്സിനുമായിട്ട് വിട്ടുകൊടുത്ത് അതിൻ്റെ നാശം കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ പാർട്ടിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ബേബിയുടെ തലയിലായിരിക്കും എത്തിച്ചേരുക. ചരിത്രം അങ്ങനെയായിരിക്കും നാളെ അതിനെക്കുറിച്ച് വിശദീകരിക്കുക. അത് ബേബിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ അതൃപ്തിയാണുള്ളത്. അദ്ദേഹം അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലുണ്ടാകുന്ന എതിർ ശബ്ദങ്ങൾക്ക് ബേബിയുടെ പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ PB എന്താണ് സംഭവിച്ചത്? സംസ്ഥാന കമ്മിറ്റി അയച്ചു കൊടുത്ത റിപ്പോർട്ട്, അതായത് ഭരണവിരുദ്ധ വികാരമില്ല, പാർട്ടി നേതാക്കൾക്കാർക്കും തെറ്റുപറ്റിയിട്ടില്ല, അവർക്കാർക്കും വീഴ്ചകൾ ഉണ്ടായിട്ടില്ല, പാർട്ടിയുടെ തെറ്റുകൾ, പാർട്ടിയുടെ വീഴ്ചകൾ അതാണ് പരാജയത്തിന് കാരണം എന്ന ഒരു നിഗമനമുണ്ടല്ലോ.
അല്ലെങ്കിൽ ആ മട്ടിലുള്ളൊരു വ്യാഖ്യാനം, അതങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ PB തയ്യാറായില്ല, അത് അംഗീകരിച്ചില്ല. കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ ചർച്ച ചെയ്തിട്ട് അവരൊരു തീരുമാനമെടുക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്ത് പറയുന്നു എന്നതറിയാൻ താൽപ്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ.